അധികം നാളായിട്ടില്ല, എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ചെറുക്കനെയും കൊണ്ട് അപ്പനും അമ്മയും കൂടെ ഇവിടെ വന്നിരിക്കുക. ഇവൻ 2ാം വർഷം പഠനം നിർത്തിയ പോലെ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പനും അമ്മയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അപ്പൻ എന്നോട് പറയാം, അച്ഛാ ഇവനൊക്കെ ഉണ്ടല്ലോ എന്നാ ചെയ്യേണ്ടത്? അച്ഛാ എഞ്ചിനീയറിംഗിന് വിട്ട ചെറുക്കന് ഇപ്പൊ പഠിക്കാൻ താല്പര്യമില്ലെന്ന്. എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണെന്നറിയോ അച്ഛാ ഇവന് ഞാൻ അഡ്മിഷൻ മേടിച്ചത്? ഈ ചെറുക്കനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഈ ചെറുക്കൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നറിയാവോ? അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രതിഷേധത്തിൻ്റെ അഗ്നി ഞാൻ കണ്ടു. ഞാൻ അവനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, എന്തുവാടേ ഇതെന്നാ പറ്റിയേ? അച്ഛാ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അച്ഛ ഇന്ന് വരെ എന്നെ ഒന്ന് തൊട്ടടുത്തിരുത്തിയിട്ട് എൻ്റെ ഈ അപ്പനും അമ്മയും എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? എടാ മോനെ, നിനക്ക് ഈ ഭൂമിയിൽ ആരാവാനാണ് ഇഷ്ടം? അച്ഛാ എന്നോട് ഇന്ന് വരെ ഒന്ന് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ? ഇവരുടെ പണി എന്നാന്നറിയാവോ? ഇവര് പറയുന്നത് പോലെ ഞാൻ ആയിക്കൊള്ളണം. അച്ഛാ എനിക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ല, നിർബന്ധിച്ചു കൊണ്ട് എന്നെ ചേർത്തതാ. എനിക്കിഷ്ടമല്ല അച്ഛാ, എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്. അച്ഛനറിയോ ഇത് എത്രാമത്തെ കൗൺസിലിംഗ് ആണെന്നറിയോ? മനസ്സിലാവണുണ്ടോ? ഇത് ഞാൻ ഈ പറയുന്നത് ഒരൊറ്റപ്പെട്ട സംഭവത്തെ കുറിച്ചല്ലെന്ന്. ഈ കുടുംബ കാലഘട്ടം, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് തിരിച്ചറിയാനാണ്. അച്ഛാ എൻ്റെ സ്വപ്നം എന്താണെന്ന് ഒന്നറിയാൻ ഒരു മനസ്സ് കാണിക്കണ്ടേ അച്ഛാ? എൻ്റെ സ്വപ്നം എന്താണ്? എനിക്കാരാവാനാണ് ആഗ്രഹം? ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും അല്ലേ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതിനിടയിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, എൻ്റെ മകനെ എൻ്റെ മകളെ, എടാ നിനക്കാരാവാനാണ് ആഗ്രഹം? നിങ്ങൾ ഇഷ്ടം പോലെ പണം കൊടുക്കുമായിരിക്കും, അവർക്ക് പലതരത്തിലുള്ള രീതികളിൽ അവരെ വളർത്താൻ ശ്രദ്ധിക്കും. പക്ഷെ അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതവും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ജെൻസികള് ഒരു പ്രതിഷേധം ഉണ്ടാക്കുമെന്ന്. അങ്ങനെ ഈ അടിച്ചമർത്തപ്പെട്ടത് മുഴുവൻ പുറത്തോട്ട് വരും. അടിച്ചമർത്തപ്പെട്ടത് പുറത്തോട്ട് വരുമ്പം നമ്മുടെ പല മാതാപിതാക്കൾക്കും താങ്ങാൻ പറ്റണില്ല. താങ്ങാൻ പറ്റാതെ വല്ലാണ്ട് സങ്കടപ്പെടാൻ തുടങ്ങും. അപ്പൊ അവരവിടെ ഇരുന്നുകൊണ്ട് പറയാൻ തുടങ്ങും, നമ്മുടെ കുടുംബത്തിന് എന്തോ ശാപമുണ്ട്, ആരോ നമ്മുടെ കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തു, കൂടോത്രം ചെയ്തു. ഒരു കൂടോത്രം മന്ത്രവാദം അന്വേഷിക്കേണ്ട, ആദ്യം നമ്മുടെ കുടുംബത്തില് കുടുംബ അംഗങ്ങളോട് സ്നേഹത്തോടെ ഒന്ന് പെരുമാറാനൊന്ന് പഠിച്ചാൽ തന്നെ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും.